മാധുര്യമൂറുന്ന സുന്ദര സ്മൃതികൾ കാതോർക്കാം ഇത്തിരി നേരം. ഓർമ്മത്താളുകൾ. നോമ്പുകാലത്തിൽ നമ്മൾ ചെയ്തു വരുന്ന സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ സംരംഭങ്ങളും പടച്ചവന്റെ വീക്ഷണങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ആനുപാതികമായിട്ടുള്ളതായിരിക്കണം. ഇന്ന് കാണുന്ന പല പ്രവർത്തനങ്ങളും മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാനാണെന്ന് പലപ്പോഴൊക്കെ തോന്നിയിട്ടില്ലേ? അത് ശരിയാണ്. ദൈവപ്രീതി മാത്രം ലക്ഷ്യാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്ത് സേവനങ്ങളും അത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഭൗതികമായ പ്രത്യുപകാരങ്ങളും ഭൗതികമായ ഗുണങ്ങൾക്കും വേണ്ടി ആവരുത് നോമ്പുകാലത്ത് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ. അത് ശരിയാ. പാവപ്പെട്ടവർക്ക് നൽകുന്നത് വീടായാലും ഇനി അതിജീവനത്തിനുള്ള ഭക്ഷണ സാധനങ്ങളായാലും ഒക്കെ കീർത്തി ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ റമദാൻ മാസത്തില് അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. തീർച്ചയായും ദൈവികമായ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ചില പാവപ്പെട്ട മനുഷ്യരുടെ അഭിമാനം ക്ഷതമേൽപ്പിച്ചതിന്റെ കുറ്റം കൂടി നമ്മൾ ചുമക്കേണ്ടി വരും. സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ മേഖലയിലും നിലനിൽക്കുന്ന അനഭിലഷണീയമായ ചില ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ പാടെ ഉപേക്ഷിച്ചേ മതിയാവും. അത് ശരിയാണ്. വിശുദ്ധ റമദാൻ അതിനുള്ള ഊർജ്ജവും ശക്തിയും വിശ്വാസവും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ, അല്ലേ? അല്ല, നമുക്ക് ഡോക്ടർ കെ ശ്രീകുമാറിന്റെ നോമ്പോർമ്മകളിലേക്ക് തിരികെ വരാം. അദ്ദേഹം ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബചരിത്രം. ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്തിരുന്ന ആ പാവ മനുഷ്യന്റെ കുടുംബചരിത്രം പതുക്കെ പതുക്കെ ഡോക്ടർ ശ്രീകുമാർ മനസ്സിലാക്കുകയായിരുന്നു. ആവശ്യക്കാരുടെ തിരക്കിനിടയിലും ഡോക്ടറോട് സംസാരിക്കാൻ ആ പാവ മനുഷ്യൻ സമയം കണ്ടെത്തിയത്രേ. സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായിരുന്ന തന്നെ കരകയറ്റിയത് വർഷങ്ങളായി തെല്ലും കള്ളമില്ലാതെ നടത്തുന്ന ഉപ്പിലിട്ട കച്ചവടമാണെന്നും 2 പെൺമക്കളെ മാന്യമായി കെട്ടിച്ചുവിട്ടത് ഇതുകൊണ്ടാണെന്നും ഒരിക്കൽ എന്നോട് അവർ പറഞ്ഞു. നമ്മളെ കൊല്ലങ്ങളായിട്ട് കള്ള ഇല്ലാണ്ട് നടത്തുന്ന ഒരു കച്ചവട ഉപ്പിലിട്ട ഈ കച്ചവടം മാന്യമായിട്ട് കെട്ടിച്ചയച്ച്. ഭാര്യയുടെ പലവിധ അസുഖങ്ങളെ കുറിച്ചായി മറ്റൊരിക്കൽ അദ്ദേഹം സംസാരിച്ചറിഞ്ഞത്. എന്റെ കുഞ്ഞുമോനെ, ഞാൻ കടന്നുപോയാല് കുടുംബത്തിന്റെ അവസ്ഥ ദയനീയാവൂലേ എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊന്നും ദൈവം വരുത്തില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ ശ്രീകുമാർ ആശ്വസിപ്പിച്ചത്രേ. ഹാ, എന്തൊരു നല്ല മനസ്സിന്റെ ഉടമയാണല്ലേ. അതെ അതെ, ഇതുപോലെ ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ എന്തൊരു സന്തോഷ. അദ്ദേഹം ഓർക്കാണ്, വേനൽക്കാലം ചാകരക്കാലമാണെന്നും മഴ തുടങ്ങിയാൽ ഈച്ചയാട്ടിയിരിക്കേണ്ടി വരുമെന്നുള്ള ബിസിനസ് രഹസ്യവും അദ്ദേഹത്തിൽ നിന്നാണത്രേ ഡോക്ടർ അറിഞ്ഞത്. മഴക്കാലത്ത് കഞ്ഞി കുടിക്കാൻ മറ്റെന്തെങ്കിലും വഴി നോക്കുമത്രേ ആ പാവ മനുഷ്യൻ. ഒരു നോമ്പുകാലത്ത് ഡോക്ടർ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോഴാണ് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി മുഴങ്ങുന്നത്. ഒരു നിമിഷം നിൽക്കാൻ അദ്ദേഹത്തോട് ആംഗ്യം കാട്ടിയിട്ട് അദ്ദേഹം ഓടി മറ്റൊരു ഉന്തുവണ്ടിക്കാരിൽ നിന്ന് 2 കഷ്ണം വത്തക്ക എടുത്തുകൊണ്ടുവന്ന് ഡോക്ടർക്ക് കൊടുത്തു അത്രേ. എന്തൊരു നല്ല മനുഷ്യൻ. ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ ലോകത്തിന് വഴിവിളക്ക്, അല്ലേ? തീർച്ചയായും. അതിലൊരു കഷ്ണം അദ്ദേഹത്തിന് നീട്ടിട്ട് ആ പാവ മനുഷ്യൻ പറഞ്ഞു അത്രേ, ഇന്നത്തെ നോമ്പുകാർക്ക് മോനൊപ്പുണ്ടല്ലോ, സന്തോഷം. എന്നിട്ട് പിന്നെ ഒരു വാഗ്ദാനം കൂടി അദ്ദേഹം കൊടുത്തു അത്രേ. മോനെ, ഒരു ദിവസം ഞാൻ എന്റെ പുരക്ക് ക്ഷണിക്കും. കൊച്ചു പെരയാണെങ്കിലും സ്നേഹമുള്ള ചിലരൊക്കെ ആടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാം. മോന്റെ കുടുംബത്തെയും കൂട്ടണം കേട്ടോ. ആ സ്നേഹവായ്പിന് മുമ്പിൽ കണ്ണു നിറഞ്ഞു പോയത്രേ ഡോക്ടർ ശ്രീകുമാറിനപ്പോൾ. സുബഹിന്റെ പാങ്കുലി ഉയരുമ്പോൾ